സാരമില്ലടോ, നമ്മ എല്ലാം കേട്ടേക്കണം. പണ്ട് അപ്പം മടിയിലിരുത്തി പറഞ്ഞു തരുവാർന്ന്, മകളെ വിധി വ്യാഴ കൊതി വ്യാഴയെന്ന്. മനസ്സ് കാറും കോളും വന്ന് നിറയുമ്പോ, കണ്ണി വേലിയേറ്റം വരുമ്പോ ഒരേ മുഖവും ചിന്തയുള്ളാർന്ന്. അത് നിങ്ങയാർന്ന് കേട്ടോ. ഈ ശബ്ദം നിലച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. ശബ്ദചേതനയുടെ പ്രിയ കൂട്ടുകാരി, അല്ല, ശബ്ദചേതനയുടെ ഹൃദയസ്പന്ദനം. ശരീരം രോഗത്തിനോട് പൊരുതുമ്പോഴും ശബ്ദചേതനയ്ക്കായി, നാടകാസ്വാദകർക്കായി തന്റെ തൂലികയിൽ നിന്നും മറ്റൊരു സംഭാവന കൂടി നൽകിയിട്ടാണ് പ്രസന്ന സി നായർ എന്ന അതുല്യ പ്രതിഭ നിലച്ചിരിക്കാതെ തന്നെ തേടിയെത്തിയ മരണത്തിലേക്ക് നടന്നെടുത്തത്. കലയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ശബ്ദചേതനയുടെ ശില്പി, ശബ്ദചേതനയുടെ പ്രിയ കൂട്ടുകാരി പ്രസന്ന സി നായർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ശബ്ദചേതനയുടെ ഏറ്റവും പുതിയ നാടകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. വധുവിനെ ആവശ്യമുണ്ട്. എൻ്റെ മോൻ പുറമെ ദേഷ്യം കാണിക്കുമെങ്കിലും ഉള്ളുകൊണ്ട് കരയുക. പാവം എൻ്റെ മോൻ. അവനൊരു നല്ല ജീവിതം കൊടുക്കണേ എൻ്റെ കൃഷ്ണ. ആട്ടെ, നിങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാർ, ഒരേ പ്രായക്കാര്, യോഗ്യന്മാരുവാ. എന്നാലും നിങ്ങളിൽ ആരാ? ഞാൻ KCB എഞ്ചിനീയർ ആണ്. സദേൺ സീഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് കമ്പനിയുടെ പേര്. വിശേഷം നന്ദനയുടെ കോളാണല്ലോ. ശ്രീ ഇറങ്ങിയോ? പോയ കാര്യം എന്തായി? കണ്ടോ? എങ്ങനെയുണ്ട് കാണാൻ? സുന്ദരിയാണോ? സോറി ശ്രീഹരി, എനിക്കൊരു ഗവൺമെൻറ് ജോബ് എന്നതുപോലെ എൻ്റെ പാർട്ട്ണർക്കും അതേ ഫീൽഡ് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല. കുഴിയിലോട്ട് കാല് നീട്ടിരിക്കണ അയാളുടെ അഹങ്കാരം ഇതാണെങ്കിൽ അയാളുടെ മോൾ എങ്ങനെ ആയിരിക്കും? എടാ, നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഒന്ന് നെഗറ്റീവ് അടിക്കാണ്ടിരിക്കടാ. 1 ഇല്ലെങ്കിൽ 3, പിന്നെ 30, ഇനി അതും അല്ലെങ്കിൽ 34 കേട്ടിട്ടില്ലേ? ഇത് ചൂടോടെ ഇപ്പൊ ചുട്ട വാങ്ങിച്ചല്ല അല്ലേ എനിക്കിട്ട് കൊണ്ടാക്കാൻ. സാരമില്ലടാ, പോട്ടെ, എല്ലാം ശരിയാവും. സ്ത്രീയെ മനസ്സിലാക്കിയും സ്നേഹിക്കുകയും നല്ലൊരു പെൺകുട്ടി വരും. നീ റെഡി ആണെങ്കിൽ പറ, നിന്നെ ഞാൻ കേട്ടോ. പറ്റുമോ? ശ്രീഹരി, മോനെ വാതിൽ തുറക്ക്. കാത്തിരിപ്പിന് വിരാമം കുറിച്ച് ഉടൻ വരുന്നു ശബ്ദചേതന നാടക സമിതി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ശബ്ദ നാടകം വധുവിനെ ആവശ്യമുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം പ്രസന്ന സി നായർ, അടൂർ. സംവിധാനം ലിമേഷ് PM, പുതുക്കാട്. ശബ്ദമിശ്രണം സിനോജ് VR, കാലടി. സാങ്കേതിക സഹായം അനുജ അജയൻ, കൊല്ലം. നിതിൻ എൻജോയ്, തൊടുപുഴ. സിജു വർഗീസ്, പത്തനംതിട്ട. സമർപ്പണം പ്രസന്ന സി നായർ. രചനാ വൈഭവം കൊണ്ടും തന്റെ നിറസാന്നിധ്യം കൊണ്ടും പ്രസന്ന സി നായർ എന്ന കലാകാരി ശബ്ദചേതനയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. നെഞ്ചിൽ നേരും നിറയും നിറച്ച്, കടലോളം സ്നേഹം നിറച്ച ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികളുടെ കഥ പറഞ്ഞ് ഓളങ്ങൾ തിരികെ വിളിക്കുമ്പോൾ, നമ്മ ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ് കണ്ടത്. അപ്പൊ തന്നെ നമ്മ ഓടി പിടിച്ചിങ്ങോട്ട് വരണമായിരുന്നു. എന്തോടോ നമ്മളെ കണ്ടിട്ട് ഒന്നും മുണ്ടോണ്ട് അങ്ങോട്ട് പോണത്? താൻ ആളാകെ മാറിയേക്കണല്ലോ. പട്ടണത്തിൽ പോയപ്പോ ഭയങ്കര പരിഷ്കാരമാണല്ലോ. ഓ, ഇതെന്താണ്? നിങ്ങളെ സിൽക്കിന്റെ കുപ്പായമാണല്ലോ. സെന്റിന്റെ മണം. ആകെ സുമാറായി ഒരു സിനിമ നടനെ പോലെ അയക്കണുണ്ട് കേട്ടോ നിങ്ങൾ. വറ്റാത്ത കാരുണ്യത്തിന്റെ കഥ പറഞ്ഞ് ജഗദീഷ്, തിനീറ്റോം തുടങ്ങിയ അതുല്യ പ്രതിഭകളുടെ അഭിനന്ദനാർഹമായ വാക്കുകൾ ഏറ്റുവാങ്ങിയ മഞ്ഞുരുകും നേരവും തന്റെ രചനയിൽ നിന്നും വിരിഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞ ഇത്ര പിടിയിൽ അങ്ങ് പോവാന്ന്. നിങ്ങൾ വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ അല്ലയോ? 2 ദിവസം കഴിഞ്ഞേച്ച് പോയാ പോരെയോ കുഞ്ഞ്? നിനക്കറിയില്ലേ ഒന്ന് നോക്ക് ചെയ്തിട്ട് വരണ്ടേ? അയ്യോ മോളെ, ഞാൻ പെട്ടെന്ന് വന്നപ്പോ ഓർത്തില്ല, അതാ. നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും ഓരോ എക്സ്ക്യൂസസ്.
നിന്റെ ആ ഒരു ഇഷ്ടം ഈ ചമ്പനാട്ടെ ഔസേപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോ നടക്കുകയില്ല. നടക്കുകയല്ലെന്ന് പറഞ്ഞാ നടക്കുകയില്ല. എന്നാ ബുദ്ധിയിലോട്ട് ഉറച്ചോ? മനസ്സിലായോന്ന്? മറന്നോളാൻ. കാപഠ്യമില്ലാത്ത കാടിന്റെ മക്കളെ വരച്ചു കാട്ടിയ മരുതിലും നമ്മ കൊടിയെയും നമ്മ ജനങ്ങളെയും സതിക്കണമെന്ന് മനസ്സിലില്ല മൂപ്പ. ഇവനും ആ വൈദ്യനും ചേർന്നാണ് നമ്മെ സതിച്ചത്. മൂപ്പന്റെ മരുന്ന് പെട്ടി എടുത്തു വരാൻ മൂപ്പൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇഞ്ചിമലക്കാട്ടുക്ക് വന്നത്. നമ്മ കാടിനെയും കൊലത്തെയും നമ്മ മാനത്തെയും കാക്കാൻ ഞാൻ അവനെ കൊന്നു മൂപ്പ. ആ കള്ള വൈദ്യർ തലമുറയായി നമുക്ക് കിട്ടിയ മരുന്നോല കൊണ്ടുപോകാതിരിക്കാൻ സാകുന്നതിന് മുമ്പ് ഞാനത് തിന്നു മൂപ്പ. സമൂഹത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും നരബലിയുടെയും കഥ പറഞ്ഞ ജാഗ്രതയിലും പണവും പ്രതാപവും മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും അപ്പൻ നിനക്ക് തരും. നീ അപ്പന് വേണ്ടി പ്രവർത്തിക്ക്, അപ്പനോട് പ്രാർത്ഥിക്ക്, നിനക്കെല്ലാം കിട്ടും. ഞങ്ങളുടെ സർവ്വ ഐശ്വര്യത്തിനും കാരണം അപ്പനാണ്. പിന്നെ ഞങ്ങളുടെ ഗുരുവായിട്ടുള്ള വൈദ്യരും. ഇടമില്ലാത്തവർക്കൊരിടമൊരുക്കിയ കൃഷ്ണയുടെയും മിത്രയുടെയും കഥ പറഞ്ഞ സ്പേസിലും തുടങ്ങി ശബ്ദചേതനയുടെ ഏതൊരു മേഖലയിലും ഈ വ്യക്തിയുടെ കൈമുദ്ര പതിയാതിരുന്നിട്ടില്ല. എനിക്ക് നിന്നെ പിരിയാൻ വയ്യടി. I don't want to miss you. 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 I need you. I need you forever and ever. I need you forever and ever. കിച്ചു, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ പറയുന്നേ? യെസ്. നമുക്കൊന്ന് നടക്കാം. സത്യത്തിൽ നീ ഇപ്പൊ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നോടൊരിക്കലും ഞാനിത് തിരിച്ച് പറയില്ലായിരുന്നു. നിന്നോടുള്ള എൻ്റെ ഇഷ്ടം ആരും അറിയാതെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചേനെ. ഇൻഫാക്ട് ഞാൻ പോലും അറിയാതെ ഈ ഇഷ്ടം എൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചുമൂടി മറ്റൊരാൾക്ക് മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്തേനെ. നമ്മൾ സമൂഹം ഒറ്റപ്പെടുത്തും, നമുക്ക് ഭ്രാന്താണെന്ന് പറയും. എന്നാലും നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. അഭിനയം, സംവിധാനം, കഥാരചന എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെതായ കയ്യൊപ്പ് ചാർത്തിയ ആ അതുല്യ പ്രതിഭ മാവേലി മന്നൻ എന്ന ഹാസ്യ നാടകത്തിലൂടെയും ശ്രോതാക്കളുടെ ഹൃദയത്തിൽ ചിരസ്മരണീയമായ ഒരിടം നേടി. പ്രണാമം മഹാരാജൻ, പ്രണാമം. പ്രണാമം മഹാറാണി, പ്രണാമം. മഹാറാണി ഇന്ന് അതീവ സുന്ദരിയായിരിക്കുന്നു. ഒന്ന് പോന്നേ മഹാരാജൻ, അവിടുന്ന് പറഞ്ഞത് സത്യം തന്നെ. എന്നാലും ഈ തന്ത്രിയും ഗുരുവൊക്കെ കേൾക്കേ, മന്ത്രിയും ഗുരുവൊക്കെ കേൾക്കേ. ഒന്ന് പുകഴ്ത്തിയതേ ഉള്ളൂ, സുന്ദരിയാണെന്നാ വിചാരം. എന്റെ ദൈവമേ, അതിനെന്താ മഹാറാണി, സത്യമല്ല നോം പറഞ്ഞോളൂ. അതെ മഹാരാജൻ, അങ്ങും ഇന്ന് പതിവിലും സുന്ദരനായിട്ടുണ്ട്. ഈ വളിച്ച മുഖത്തിന് നല്ല തെളിച്ചമുണ്ടല്ലോ. എന്താണ് അതിന് കാരണം? നമ്മോട് ഉരുളിയാലും. മഹാറാണി. പ്രസന്നയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലാലും പറയണം. ഈ യൂട്യൂബിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു.